പെൺകുട്ടിയോട് പ്രതിയായിട്ടുള്ള വിനേഷ് ആദ്യഘട്ടത്തിൽ പ്രണയ അഭ്യർത്ഥന നടത്തുന്നു. എന്നാൽ കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഇയാളെ പ്രവേശിപ്പിക്കുന്നു. അവിടെ നിന്നും ഒരു ഘട്ടത്തിൽ ഇയാൾ ചാടിപ്പോകുന്നു. അധികം വൈകാതെ പോലീസ് ഇയാളെ പിടികൂടുന്നു. പിന്നീട് വീണ്ടും കണ്ണൂരിലെ ജയിലിൽ പ്രവേശിപ്പിക്കുന്നു. പിന്നീട് വീണ്ടും ഡിസംബർ പ്രതിയെ കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ ആയി പ്രതിയെ കോഴിക്കോട് ജില്ലയിലെത്തിക്കും. ഇയാൾ ചാടിപ്പോയതിനു പിന്നാലെ പോലീസിന് ഇയാളെക്കുറിച്ച് ഒരു തുമ്പും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഇയാളുടെ ബന്ധുവിനെ ഫോണിൽ ബന്ധപ്പെട്ടു. ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം, കൃത്യമായി പറഞ്ഞാൽ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഏറ്റവും ഒടുവിൽ പ്രതിയിലേക്ക് എത്തിച്ചത്. ഇയാൾ മുംബൈയിൽ പല ഇടങ്ങളിൽ നാല് ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ദൃശ്യയുടെ കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകളായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. കാരണം പ്രതിയായിട്ടുള്ള വിനീഷ് പല ഘട്ടങ്ങളിൽ കുടുംബത്തിന് നേരെ വധഭീഷണി വരെ മുഴക്കിയിട്ടുണ്ടായിരുന്നു. പ്രതിയെ പിടികൂടുന്നതിലൂടെ കുടുംബത്തിന് ആശ്വസിക്കാം, പോലീസിനും ആശ്വസിക്കാം.